ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സദ്യയിലെ പ്രധാന വിഭവമായ പൈനാപ്പിൾ പച്ചടിയാണ്. സദ്യയിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന മധുരമുള്ളൊരു വിഭവമാണിത്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനു വേണ്ടി നല്ല പഴുത്ത പൈനാപ്പിളാണ് നമുക്ക് ആവശ്യമുള്ളത്. പൈനാപ്പിളിൻ്റെ തൊലിയും കറുത്ത ഭാഗങ്ങളും തണ്ടും ചെത്തിക്കളഞ്ഞ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. ഇനി നമുക്ക് പച്ചടി തയ്യാറാക്കാം. ഒരു ചട്ടിയിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. 1 കപ്പ് പൈനാപ്പിളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 കപ്പ് നേന്ത്രപ്പഴം മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഈ ഒരു വലിപ്പത്തിൽ വേണം മുറിച്ചെടുക്കാൻ. പാകത്തിന് പഴുത്ത നേന്ത്രപ്പഴമാണ് എടുക്കേണ്ടത്. കൂടുതൽ പഴുത്തുടഞ്ഞത് ഉപയോഗിക്കരുത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ വെള്ളം 1/2 കപ്പ് തന്നെ വേണ്ടി വരില്ല. ഇനി തീ ഓൺ ചെയ്യാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 പച്ചമുളക് കീറിയതും പാകത്തിന് ഉപ്പും ചേർത്തിളക്കി അടച്ചു വെക്കാം. തിളച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് നേരം വേവിക്കണം. ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്കും ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് തേങ്ങയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് അല്പം വെള്ളത്തിൽ നല്ലപോലെ അരച്ചെടുക്കണം. ഇനി പച്ചടിക്കുള്ള തൈരൊന്ന് കട്ട ഉടച്ച് വെക്കാം. നല്ല കട്ടി തൈര് വേണം എടുക്കാൻ. 1/2 കപ്പ് തൈരാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് പതുക്കെ ഒറ്റ പ്രാവശ്യം ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകൊന്ന് ചതച്ചെടുക്കണം. ഈ ഒരു പാകത്തിന് വേണം ചതച്ചെടുക്കാൻ. നമ്മുടെ പൈനാപ്പിളും പഴവും ഇപ്പോൾ പാകത്തിന് വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ശർക്കരയും 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുക്കാം. ഇത് നല്ല മധുരത്തോടു കൂടിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണ്ടെന്നുണ്ടെങ്കിൽ മധുരം കുറച്ച് ഉപയോഗിച്ചാൽ മതി. മധുരം ഒന്ന് അലിഞ്ഞ് ചേർന്ന് കഴിഞ്ഞാൽ അരച്ചു വെച്ച തേങ്ങ ചേർക്കാം. ഒന്ന് ഇളക്കി ചേർത്ത് ചതച്ച് വെച്ച കടുകും ചേർത്ത് വേവിക്കണം. തേങ്ങയിൽ വെള്ളം കൂടുതലുണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചെടുക്കണം. 5-6 ചെറുപ്പഴം നടുക കീറിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമല്ല, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി തീ ഓഫ് ചെയ്ത് ഉടനെ തന്നെ തൈര് ചേർത്ത് ഇളക്കണം. തൈരിൻ്റെ പുളിക്കനുസരിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ടോ കുറച്ചോ ഒക്കെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്കുള്ള കടുക് വറുക്കാം. ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കണം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ 2 ഉണക്കമുളക് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡിയായി. ഇതിനി തണുക്കുമ്പോൾ ഒന്നുകൂടെ കുറുകി വരും.